തിരുവിഷ്ണു മിനിസ്ട്രീസ് ബ്ലഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 22 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 13 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. മംഗളവാർത്തക്കാലത്തിലൂടെ ക്രിസ്തുജനനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണല്ലോ നാം. യേശു എൻ്റെ അകമേ വസിക്കുന്ന ഒരുവനാണെന്ന പരമാർത്ഥം എത്രത്തോളം തിരിച്ചറിയുന്നുണ്ട്, അതിനനുസരിച്ചാണ് ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുക. സാക്ഷ്യമെന്നത് ഇന്ന് അവനവന് കിട്ടിയ നേട്ടങ്ങൾ വിളിച്ചു പറയുന്നിടമായി ചുരുങ്ങിപ്പോയിട്ടുണ്ട്. യഥാർത്ഥത്തിലൊരു സാക്ഷിയെ നാം കാണുന്നത് സ്നാപകനിലാണ്. സ്നാപകൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. യഥാർത്ഥത്തിൽ അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇവനാണോ ക്രിസ്തു? കാരണം ക്രിസ്തുവിൻ്റെ അതേ പ്രകാശം അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല, ക്രിസ്തുവിൻ്റെ തേജസ് അവന് മുഖത്ത് വിളങ്ങുന്നു. യേശു ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്നാപകനെ അവർ സംശയിക്കാൻ കാരണം സ്നാപകൻ്റെ പ്രവൃത്തികൾക്കകത്ത് ക്രിസ്തുവിൻ്റെ ഒരു ചൈതന്യം നിഴലിക്കുന്നുണ്ട്. അവൻ പറയുന്നു, ഞാൻ വെളിച്ചമല്ല, എൻ്റെ പിന്നാലെ വരുന്നവനാണ് വെളിച്ചം. യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. സകലതിനെ സൃഷ്ടിച്ച വെളിച്ചത്തെക്കുറിച്ചാണ് വചനം പറയുക. സകലതിനെ സൃഷ്ടിച്ച ദൈവം, ആ സൃഷ്ടിച്ച ദൈവമാണ് യേശു. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടമായത്. അവൻ തന്നെ ലോകത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണെന്ന് സ്നാപകൻ വെളിപ്പെടുത്തുന്നു. യേശു ഈ ഭൂമിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് സ്നാപകൻ്റെ ജീവിതം കൊണ്ട് സ്നാപകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാനുള്ള യോഗ്യത നേടുന്നുണ്ട്. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് സ്നാപകൻ. ജീവിതത്തിൻ്റെ നിസ്വതയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് സ്നാപകൻ. നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടുകയും മുദ്രവയ്ക്കപ്പെടുകയും അവൻ നമ്മുടെ അകത്ത് വസിക്കുകയും ചെയ്യുന്ന അറിവിലേക്ക് നമ്മൾ ഉയർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് വചനം നമ്മോട് പറയുകയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അങ്ങനെ രക്തത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമല്ല, ദൈവത്തിൻ്റെ അഭിലാഷത്തിൽ നിന്ന് ജനിച്ചവരായി വാഗ്ദാനപ്രകാരം നേടപ്പെട്ടവരായിട്ട് നമ്മൾ മാറി. ദൈവം നമ്മുടെ അകമേ വസിക്കുന്നു. വിശ്വാസം വഴി ക്രിസ്തുവിൽ നാം വീണ്ടും ജനിച്ചവരാണ്. യേശു ക്രിസ്തുവിൽ അങ്ങനെ ആയിത്തീർന്ന് നമ്മൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് നാം ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് പറയേണ്ടത്. ആനുകാലിക ലോകത്ത് ദൈവത്തെ വെളിപ്പെടുത്താനായി മറ്റൊരു അടയാളം കാണിച്ചുകൊണ്ടല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മളത് വെളിപ്പെടുത്തേണ്ടത്. എങ്ങനെ, എത്രത്തോളം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് വെളിപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ് അത് വെളിപ്പെടുത്തുക? വളരെ ലളിതമാണ് ഉത്തരം. അതെങ്ങനെയാണ്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ. തന്നിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? താൻ നടന്ന വഴി അംഗീകരിക്കുക, ക്രിസ്തുവിൻ്റെ മാർഗത്തെ പിൻചൊല്ലാൻ മനസ്സ് കാണിക്കുക. അവൻ സത്യദൈവമാണെന്ന് ഏറ്റുപറയുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് നമുക്ക് കടമയുണ്ട്. ജീവിത ചുറ്റുപാടുകൾക്കകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന മനോഭാവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരായിട്ട് ജീവിക്കാൻ കഴിയൂ. അങ്ങനെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അവനെ സ്വീകരിക്കാൻ, ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ കഴിയണം. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. അത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ജീവിതം ക്ലേശങ്ങളിലൂടെ, പീഡകളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടത്തിവിടാൻ മനസ്സുള്ളവരാണ്. അവരതിനു വേണ്ടി മരിക്കാൻ കൽപ്പുള്ളവരാണ്. അങ്ങനെ ജീവിതത്തെ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റൂ. നിസ്വതയിൽ അവൻ്റെ ജീവിതാനുഭവങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനായി സമ്മതം കൊടുക്കലാണ്, വിട്ടുകൊടുക്കലാണ്. അവരതിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിച്ചെന്ന് പറയാൻ കഴിയും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ അവൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ സ്വീകരിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. നമുക്ക് ക്രിസ്തു വരുന്നതിന് മുൻപ് നിയമം നൽകപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്മാർ നൽകപ്പെട്ടിട്ടുണ്ട്. അതിനുമുമ്പ് പ്രകൃതിശക്തികൾക്ക് നമ്മൾ അടിമകളായിരുന്നു. ഈ വിധേയത്വങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ നോമ്പുകാലത്ത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ക്രിസ്തുജനനം എന്ന് പറയുന്ന ഒരു തിരുനാളാഘോഷത്തിലേക്ക് നാം എത്തിച്ചേരുന്നതും. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്നെ പുത്രനെ അയച്ചു. ആ ദൈവം ഭൂമിയിലേക്ക് അയച്ച പുത്രനാണ് യഥാർത്ഥ രക്ഷകൻ. ആ പുത്രനിലായിത്തീരുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും അതല്ലെങ്കിൽ എത്തിച്ചേരേണ്ട ഇടവും. അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വന്നു. അവർ തന്നെ അർപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തിൽ നമ്മെ വിമോചിതരാക്കി, ലോകത്തിൻ്റെ അടിമത്തിൽ നമ്മെ വിമോചിതരാക്കി ദൈവത്തിൻ്റെ രക്ഷയുടെ സമ്പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ ഔന്നത്യത്തിലേക്ക് നമ്മളെ ഉയർത്തി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആനുകാലിക ലോക ചുറ്റുപാടുകളിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിനും താല്പര്യങ്ങൾക്കും ഒന്നും അടിപ്പെട്ടവരല്ല നമ്മളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ക്രിസ്തുവിൽ നേടിത്തന്ന ഈ രക്ഷ ജീവിതം കൊണ്ട് അനുഭവിച്ചും അടയാളപ്പെടുത്തിയും മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തുവിന് നമുക്ക് ഈ ഭൂമിയിൽ നൽകാവുന്നൊരു സാക്ഷ്യം.
സാക്ഷ്യം. അവൻ യേശുക്രിസ്തു രക്ഷകനാണ്, വിമോചകനാണെന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തൽ നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാണ്. ഇതാണ് സാക്ഷ്യമായിട്ട് മാറേണ്ടത്. യേശുക്രിസ്തു വരാനിരിക്കുന്നവൻ ഇവനാണെന്ന് ചൂണ്ടിക്കാട്ടാനല്ല, വന്നവനും രക്ഷിച്ചവനും ഇവനാണെന്നും അവൻ എന്നെ ഈ രക്ഷാനുഭവത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെന്നും ഇതാണ് രക്ഷയുടെ അനുഭവമെന്നും ഈ വഴിയെ വരുന്നവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയുമെന്നും പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഒരു രക്ഷയുടെ അനുഭവമായ അടയാളപ്പെടുത്തലായിട്ട് മാറുക. അപ്രകാരം ഒരു സാക്ഷ്യം നമ്മിലൂടെ ഉണ്ടാകേണ്ടതുണ്ട് ആനുകാലിക ലോകത്ത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ രക്ഷിക്കുകയും ആബാപിതാവേ എന്ന് വിളിക്കാൻ ഇടയാകും വിധം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ നിവേശിപ്പിക്കുകയും ചെയ്തു. ആ ആത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുന്നു, പുത്രനിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നു. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന ജീവിതം നാം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് മാറുക, രക്ഷാനുഭവത്തിലുള്ളതായിട്ട് മാറുക, സമ്പൂർണ്ണതയായിട്ട് മാറുക. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അപ്രകാരമായി തീരാൻ ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ആചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ തിരുനാൾ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ മംഗലവാർത്തക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിത്യമായി ഞങ്ങളെ ഈ രക്ഷാനുഭവത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് നയിക്കുകയും അതുവഴി ഒരു യഥാർത്ഥ സാക്ഷ്യമായി ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നവരായി ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.